ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ ഇന്ന് നമ്മൾ ആൻസിയുടെ വെഡിങ് മേക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. ആൻസിയുടെ എൻഗേജ്മെൻറ്റ് മേക്കപ്പും നമ്മൾ തന്നെയാണ് ചെയ്തത്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി ആ വീഡിയോസ് കാണുക. ആൻസിയുടെ ഐ മേക്കപ്പ് ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാറായിട്ട് ഒരു ചെറിയൊരു സ്മോക്കി കൈൻഡ് ഓഫ് സ്മഡ്ജ് ചെയ്തൊരു സ്മോക്കി ഐ മേക്കപ്പാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ബെറി ടോൺസ് ആണ് മാറ്റ് ഷെയ്ഡ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ നമ്മൾ ഐലാഷസ് വെച്ചു. കണ്ണിൻ്റെ അടിയിൽ ചെറിയൊരു ഡാർക്ക്നെസ് ഉണ്ട്. അത് 2-3 ഷെയ്ഡ്സ് ഓഫ് കൺസീലർ മിക്സ് ചെയ്തിട്ട് അണ്ടർ ഐ ഡാർക്ക്നെസ് ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ണിൻ്റെ അടിയിൽ കൺസീലർ അപ്ലൈ ചെയ്യുമ്പോൾ ലെസ് ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ക്രീസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. കൺസീലർ അപ്ലൈ ചെയ്തു കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ലിപ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. 2-3 ഷെയ്ഡ്സ് ഓഫ് ലിപ്സ്റ്റിക്സ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഹെയർ ചെയ്യാൻ പോവാണ്. ഹെയർ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വേവി കൈൻഡ് ഓഫ് ഒരു ടെക്സ്ചർ കൊടുത്തിട്ടും മാത്രം സിമ്പിളായിട്ട് എടുത്തിട്ട് ബാക്കിൽ ഒരു മെസ്സി ട്വിസ്റ്റഡ് ബണ്ണാണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ അടിച്ചെടുക്കുന്ന വാക്സ് സ്പ്രേ ആണ് കേട്ടോ. കുറേ ഫ്ലൈ ഫ്രിസി ഹെയർസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാനേജ് ആക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് സൈഡിൽ നിന്നും ഹെയർ എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടൊരു മെസ്സി കൈൻഡ് ഓഫ് ബണ്ണാണ് കേട്ടോ. പിന്നെ ഇടയിൽ നമ്മൾ ജിപ്സം ഫ്ലവർ ആണ് കേട്ടോ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താ ഇഷ്ടം? ഇങ്ങനെ ബണ്ണിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരുന്നതാണോ, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഒന്നും ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ബണ്ണാണോ ഇഷ്ടം? കമൻസിൽ പറയാം കേട്ടോ. സാധാരണ ബ്രൈഡ്സ് വെഡിങ് ഡേയുടെ അന്ന് സാരീസ് അല്ലെങ്കിൽ ഗൗൺസ് ഒക്കെ ആണല്ലേ ചൂസ് ചെയ്യുന്നത്. ആൻസി ഇത്തിരി വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. ലെഹങ്ക ആണ് ഇപ്രാവശ്യം ആൻസിയുടെ ഔട്ട്ഫിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് ആൻസിയുടെ ഫൈനൽ ലുക്ക്. വളരെ സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ടുള്ള ലുക്കാണ് കേട്ടോ. അപ്പോൾ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിൽ എന്തായാലും പറയാം. പിന്നെ ബ്രൈഡൽ ബുക്കിംഗ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ.